ഹലോ, ഞാൻ തനു ആൻഡ് വെൽക്കം ടു കുക്ക് വിത്ത് തനു. അപ്പോൾ ഇന്ന് ഞാനൊരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോണത്. വീട്ടിലെന്തെങ്കിലും വിശേഷ ദിവസങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മധുരമായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അത് കോക്കനട്ട് ലഡുവാണ്. 2 തരത്തിലുള്ള കോക്കനട്ട് ലഡുവാണ് ഉണ്ടാക്കാൻ പോണത്. ഒന്ന് ഡെസിക്കേറ്റഡ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ട് വെച്ചിട്ടും മറ്റേത് ഫ്രഷ് ആയിട്ടുള്ള ചെറിയ കോക്കനട്ട് വെച്ചിട്ടും. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസും അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടുള്ള ലഡുവാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നത് തേങ്ങ ഉണക്കി വരുന്നതാണ്. ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി, 3-4 ടേബിൾ സ്പൂണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അത് ഈ ലഡു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മഫിൻസ് ലൈനർ അല്ലെങ്കിൽ കപ്പ് കേക്കിൻ്റെ ലൈനറും വേണം. അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്രൈയിങ് പാൻ കത്തിച്ച് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം. ഈ തേങ്ങ ഒന്ന് ചൂടായി വരുന്ന വരെ ചെറിയ തീയിൽ വെച്ചിട്ട് 1 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേഗം തന്നെ ഇത് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ തേങ്ങ ബ്രൗൺ കളറാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഈ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കായുടെ പൊടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വെക്കണം. അത് ചൂടാറി വരുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ മുക്കിയെടുക്കണം. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. ഇതുപോലെ ബാക്കിയുള്ളതും ഉരുട്ടിയെടുത്തിട്ട് തേങ്ങയിൽ മുക്കിയിട്ട് മാറ്റി വെക്കണം. അല്ലെങ്കിൽ എല്ലാ ലഡു ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഈ തേങ്ങയിൽ മുക്കിയെടുത്താലും മതി. ഇപ്പോൾ ഞാൻ എല്ലാ ലഡുവും ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നമുക്കിതൊരു മഫിൻസ് ലൈനറിൽ വെച്ചിട്ട് ഒരു പ്ലേറ്റിൽ വെച്ച് സെർവ് ചെയ്യാം. ഇത് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇത് കേട് വരാതിരിക്കാൻ ഒരു എയർ ടൈറ്റ് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 10 മുതൽ 12 ദിവസം വരെ ഇത് കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റും. അടുത്തത് ഫ്രഷ് തേങ്ങ വെച്ചിട്ട് എങ്ങനെ കോക്കനട്ട് ലഡു ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ തേങ്ങ അല്ലാതെ ഒരേ സൈസിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി, 3/4 ടീസ്പൂണ് നെയ്യ്, ഒരു 3-4 ടേബിൾ സ്പൂണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഈ ലഡു ഉണ്ടാക്കിയതിന് ശേഷം റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല. തേങ്ങ കുറച്ച് മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈങ് പാനിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിൽ റോൾ ചെയ്തെടുത്താലും മതി. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രൈങ് പാൻ ചൂടാക്കാൻ വെക്കണം. അത് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെയ്യ് അതിലിട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഏറ്റവും മിനിമം ആക്കി വെക്കണം. എന്നിട്ട് ഈ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ പൊടിച്ചത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തണം. ചെറിയ തീയിൽ വെച്ചിട്ട്
ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ തേങ്ങയിലുള്ള ഈർപ്പൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. ഇത് 3-4 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്യാസ് സിമ്മിലിട്ടിട്ട് ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് വറ്റി വരുന്ന വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ലൂസായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ലഡുവാക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ, അധികം ഡ്രൈ ആവരുത്, കുറച്ച് ഡ്രൈ ആയി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതിൽ കണ്ടൻസ് മിൽക്കൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വെക്കാം. ഇപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ലഡുവിൻ്റെ സൈസിലുള്ള എടുത്തിട്ട് ഉരുട്ടിയെടുക്കണം. ഇപ്പം ഞാനിത് ഉരുട്ടി ലഡുവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. ഇതുപോലെ ബാക്കിയുള്ള ലഡു ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ എല്ലാ ലഡു ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മഫിൻസ് ലൈനറിൽ വെച്ചിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. ഈ ഫ്രഷ് കോക്കനട്ടായിട്ട് ഉണ്ടാക്കുന്ന ലഡു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 മുതൽ 5 ദിവസം വരെ കേടുവരാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ് ഈ കോക്കനട്ട് ലഡു. അതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടുള്ള കോക്കനട്ട് ലഡുവാണ്. പക്ഷേ രണ്ടും ടേസ്റ്റിയാണ്. നിങ്ങളുടെ അടുത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ ഫ്രഷ് തേങ്ങ വെച്ചിട്ടുണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവപ്പ് ബട്ടൺ അമർത്തിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.